കേസുകളിൽ കർശന ശിക്ഷ ഉറപ്പുവരുത്തുന്ന നിയമം വേണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലയിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം തുടരുന്നതിനിടെയാണ് മമതയുടെ നീക്കം. രാജ്യത്ത് കർശന ബലാത്സംഗ വിരുദ്ധ നിയമം വേണമെന്നാണ് മമത കത്തിൽ ആവശ്യപ്പെട്ടത്. രാജ്യത്ത് ദിനേന 90 ബലാത്സംഗ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സ്ത്രീകളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനുമായി ഇത്തരം കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. അതിനാൽ ഇത്തരത്തിലുള്ള ക്രൂര കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാകുന്നവർക്ക് ശക്തവും മാതൃകാപരവുമായ ശിക്ഷ നൽകാൻ കർശന നിയമനിർമ്മാണം ആവശ്യമാണ്. ബലാത്സംഗ കേസുകളിൽ പെട്ടെന്നുള്ള നീതിക്കായി അതിവേഗ വിചാരണയ്ക്ക് പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ രൂപീകരിക്കുന്ന കാര്യം പരിഗണിക്കേണ്ടതാണ്. കൂടാതെ വിചാരണ 15 ദിവസത്തിനകം പൂർത്തിയാക്കണമെന്നും മമത കത്തിൽ ആവശ്യപ്പെട്ടു. ഇരയ്ക്ക് നീതി ലഭിക്കണമെന്നും പോലീസിലെ സിവിക് വളണ്ടിയറായ പ്രതിയെ തൂക്കിലേറ്റണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞയാഴ്ച മുഖ്യമന്ത്രി കൊൽക്കത്തയിൽ വൻ റാലി നടത്തിയിരുന്നു. ബലാത്സംഗ കൊലയ്ക്ക് പിന്നാലെയുണ്ടായ പ്രതിഷേധത്തിനിടെ ആർജിക്കർ മെഡിക്കൽ കോളേജ് ആക്രമിക്കുകയും അടിച്ചു തകർക്കുകയും ചെയ്തതിനു പിന്നിൽ BJP ആണെന്ന് ആരോപിച്ച മമത കേസിലെ തെളിവ് നശിപ്പിക്കാൻ അക്രമികൾ ശ്രമിച്ചുവെന്നും പറഞ്ഞിരുന്നു. പിന്നാലെ രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ പുതിയ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. രാത്രി കൂട്ടാളി എന്ന പേരിലാണ് പദ്ധതി. CCTV കവറേജുള്ള സേഫ് സോണുകൾ, രാത്രിയിൽ വനിതാ വോളണ്ടിയർമാരുടെ വിന്യാസം, പോലീസ് സ്റ്റേഷനുകളുമായി ബന്ധിപ്പിക്കുന്ന അലാമുള്ള പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷനുകൾ, ആശുപത്രികളിലും മെഡിക്കൽ കോളേജിലും ബ്രീത്ത് അനലൈസർ ടെസ്റ്റുകളുള്ള സുരക്ഷാ പരിശോധനകൾ എന്നിങ്ങനെ നിരവധി സുരക്ഷാ നടപടികൾ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. രാജ്യത്ത് ബലാത്സംഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എത്രയും വേഗത്തിൽ ശിക്ഷ വിധിക്കണമെന്നാവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജിയും രംഗത്തെത്തി. ബലാത്സംഗ കേസുകളിൽ 50 ദിവസത്തിനകം പ്രതികളെ ശിക്ഷിക്കുന്ന വിധത്തിൽ നിയമം വേണം. വേഗത്തിലും കർശനവുമായ ശിക്ഷാ നടപടികൾ ഉറപ്പാക്കാൻ ബലാത്സംഗ വിരുദ്ധ നിയമം കൊണ്ടുവരാൻ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്ത് ദിവസേന 90 ബലാത്സംഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഓരോ മണിക്കൂറിലും 4, ഓരോ 15 മിനിറ്റിലും 1 വീതം ബലാത്സംഗം നടക്കുന്നു. 50 ദിവസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി ശിക്ഷ നൽകുന്ന ശക്തമായ നിയമങ്ങൾ ആവശ്യമാണ്. പൊള്ളയായ വാഗ്ദാനങ്ങളല്ല, കഠിനമായ ശിക്ഷകളാണ് വേണ്ടത്. വേഗമേറിയതും കർക്കശവുമായ നീതി ഉറപ്പാക്കുന്ന സമഗ്രമായ ബലാത്സംഗ വിരുദ്ധ നിയമത്തിനായി സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി പ്രവർത്തിക്കണമെന്നും അഭിഷേക് ബാനർജി പറഞ്ഞു. അതേസമയം ഡോക്ടറുടെ ബലാത്സംഗ കൊലയിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനോട് ചോദ്യങ്ങളുമായി സുപ്രീം കോടതി രംഗത്തെത്തിയിരുന്നു. സംഭവം ബോധ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് പോലീസിനെ അറിയിക്കാൻ വൈകിയെന്നും നിങ്ങൾ ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്നും കോടതി ചോദിച്ചു. സംഭവത്തിൽ പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി പ്രതിഷേധം ശക്തമായതോടെ രാജിവെച്ച ഇയാളെ കേസ് അന്വേഷിക്കുന്ന CBI കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. മരണത്തെക്കുറിച്ച് യുവതിയുടെ വീട്ടിൽ ആദ്യം അറിയിച്ചത് പ്രിൻസിപ്പൽ ആണെങ്കിലും ആത്മഹത്യയാണെന്നാണ് ഇയാൾ പറഞ്ഞത്. ഇതെന്തിനായിരുന്നു എന്നും CBI ചോദിച്ചിരുന്നു. ഇതിനിടെ ആശുപത്രിയിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ഡോക്ടർ സന്ദീപ് ഘോഷിനെതിരെ കൊൽക്കത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേക പോലീസ് സംഘത്തെ നിയമിച്ചാണ് അന്വേഷണം. ഇതിനു പുറമെ കൊല്ലപ്പെട്ട ഡോക്ടറുടെ പേര് വെളിപ്പെടുത്തിയതിന് മറ്റൊരു കേസും ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇരയുടെ പേര് വെളിപ്പെടുത്തിയതിന് സന്ദീപ് ഘോഷിന് കൊൽക്കത്ത പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. സന്ദീപ് ഘോഷിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ ഒരുങ്ങുകയാണ് CBI. കഴിഞ്ഞ ദിവസം ബംഗാൾ പോലീസിനെതിരെ കനത്ത വിമർശനമാണ് സുപ്രീം കോടതി ഉന്നയിച്ചത്. എന്തുകൊണ്ടാണ് കേസെടുക്കാനും പോസ്റ്റ്മോർട്ടം നടത്താനും വൈകിയതെന്ന് ബംഗാൾ സർക്കാരും പോലീസും മറുപടി പറയണമെന്ന് കോടതി പറഞ്ഞിരുന്നു. കൊലപാതകമാണെന്ന് വ്യക്തമായിട്ടും ആശുപത്രി അധികൃതരും പോലീസും എന്തു ചെയ്യുകയായിരുന്നുവെന്നും കോടതി ചോദിച്ചു. ഓഗസ്റ്റ് 9 രാത്രിയാണ് ആർജിക്കർ മെഡിക്കൽ കോളേജിൽ PG ട്രെയിനി ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത്. പുലർച്ചെ സെമിനാർ ഹാളിലാണ് ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന കൊൽക്കത്ത പോലീസിലെ സിവിക് വോളണ്ടിയറായ സഞ്ജയ് റായാണ് പ്രതി. തൊട്ടടുത്ത ദിവസം തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. CBI ആണ് കേസ് അന്വേഷിക്കുന്നത്. സംഭവത്തിൽ വലിയ പ്രതിഷേധം തുടരുകയാണ്.